അങ്ങനെ എല്ലാവരും കാത്തിരുന്ന മോട്ടറോളയുടെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടറോള എഡ്ജ് 15 Pro. ഈ ഒരു ഫോൺ വരുന്നത് 32,000 പ്രൈസ് റേഞ്ചിലാണ്. നമുക്ക് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ 2000 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാം ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ 720 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെയാണ് IP68 റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നത്, പക്ഷെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5G ഫോണാണ്. 15 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ NFC കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് വരുന്നത് ലക്സ് ലാവൻഡർ, ബ്ലാക്ക് ബ്യൂട്ടി, മൂൺലൈറ്റ് പേൾ എന്നീ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB, 128GB, 12GB, 256GB എന്ന 2 വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ ഈ ഒരു ഫോണിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ LPDDR4X റാം ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് ഒക്കെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. അതായത് UFS 3.1 സ്റ്റോറേജ് ടൈപ്പോ അല്ലെങ്കിൽ DDR5 റാം ഒക്കെ കൊടുക്കാമായിരുന്നു, പക്ഷെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഇനി പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Android 14 ബേസ് ചെയ്തിട്ടുള്ള Hello UI സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ എന്ന് പറയുന്നത് Snapdragon 7 Gen 3 എന്ന പ്രൊസസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസർ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഇപ്പൊ ഇറങ്ങി OnePlus Nord CE4 എന്ന് പറയുന്ന ഫോണിലും ഈ സെയിം പ്രൊസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഫോൺ വരുന്നത് 25,000 പ്രൈസ് റേഞ്ചിലാണ്, പക്ഷെ ഈ ഒരു ഫോൺ വരുന്നത് 32,000 പ്രൈസ് റേഞ്ചിലാണ്. രണ്ടും 2 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ള Snapdragon 7 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരും. അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസർ ഗെയിമിംഗ് പ്രൊസസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നോർമൽ യൂസിന് ഈ ഒരു പ്രൊസസർ ഓക്കെയാണ്. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 50 മെഗാപിക്സലിന്റെ f1.4 അപ്പർച്ചർ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 13 മെഗാപിക്സലിന്റെ f2.2 അപ്പർച്ചർ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 മെഗാപിക്സലിന്റെ f2.0 അപ്പർച്ചർ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് എന്ന ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ചാർജിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB, 128GB പ്രൈസ് വരുന്നത് 31,999 ആണ്. അതുപോലെ 12GB, 256GB പ്രൈസ് വരുന്നത് 35,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്ന് പറയാം ഈ ഒരു ഫോൺ. കാരണം ഗെയിമിംഗ് പ്രതീക്ഷിച്ച് ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ യൂസിന്, നോർമൽ പെർഫോമൻസിനാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ. നോർമലി മോട്ടറോള ഫോൺസ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ഓറിയന്റഡ് ആയിരിക്കില്ല. ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത പെർഫോമൻസ് ലഭിക്കും. ഈ ഒരു ഫോണിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അതായത് ഗെയിമിംഗ് നോക്കാതെ ഒരു നോർമൽ യൂസിന് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. നോർമൽ യൂസിന് ഈ ഒരു ഫോൺ ഓക്കെയാണ്. മോട്ടോറോള ഫാൻസിന് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോണാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസ് വൈസ് ഇത് അത്ര ബെറ്റർ ആയിട്ടുള്ളതല്ല. എന്നാൽ നോർമൽ യൂസിന് ഈ ഒരു ഫോൺ ഓക്കെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക.